വജ്ര രചന ഹിമ നവീൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം പിയനാർ ക്രിയേഷൻസ്. അവന്റെ നെറുകിൽ തലോടി അങ്ങനെയിരുന്നു അദ്ദേഹം. മരുന്ന് മറ്റെടുത്തു നോക്കി സമയവും ചിട്ടയും മനസ്സിലാക്കി അരികിൽ തന്നെ നിരുന്ന കാര്യസ്ഥൻ വാസുവിലേക്ക് അദ്ദേഹത്തിന്റെ കണ്ണുകൾ പോയി. സ്വപ്നം എന്തെന്നും ആ മനസ്സിന്റെ ആകുലതകൾ എന്തെന്നും അയാൾക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് വാസുവിൽ നിന്നൊരു നെടുവീർപ്പ് തീർന്നു. നീ പോയി ഫ്രഷ് ആകും മോനെ, എന്നിട്ടൊന്ന് വിശ്രമിക്ക്. മുത്തശ്ശൻ ഇവിടെ തന്നെ ഇല്ലേ? പ്രണവിന്റെ അമ്മയാണ്. നേരം ഇത്രയായിട്ട് മുത്തശ്ശന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്തതുകൊണ്ട് തിരക്കി വന്നാണ് അവർ. അവൻ എഴുന്നേറ്റ് മുത്തശ്ശനൊരു ഉമ്മയും കൊടുത്ത് കണ്ണുകൾ കൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞ് അമ്മയുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. അവനെയും കട്ടിൽ കിടക്കുന്ന മനുഷ്യനെയും വാസു മാറി മാറി നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണിലെ ആകുലത കണ്ടയാൾക്ക് അലിവും വേദനയും തോന്നി. അവന്റെ ഉള്ളിൽ കിടന്നു പോകുന്നത് ഞാൻ അറിയേണ്ടെന്ന് വിധി തീരുമാനിക്കുമെന്ന് അറിയില്ല വാസു. ചങ്ക് പിടക്കുന്നുണ്ട്. കവടിയിൽ തെളിഞ്ഞൊന്നും പിഴച്ചിട്ടില്ലെന്ന് വരെ ഞാൻ എൻ്റെ നാക്കിനെ ഉൾക്കാഴ്ചയെ വെറുത്തു തുടങ്ങിയത് എൻ്റെ പ്രണവിൻ്റെ ജന്മരാശി ഗണിച്ചപ്പോൾ മുതലാ. തറവാടിൻ്റെ വേരറക്കാൻ പോകുന്ന ജാതകദോഷത്തോടെ ഭൂജാതനായവൻ അൽപായുസ്. അന്ന് ആദ്യമായത് ജന്മരാശിയിൽ തെളിഞ്ഞു കണ്ട നേരം വിളർച്ചയോടെ സ്വയം പുലമ്പിയത് ഓർമ്മ വന്നു. അദ്ദേഹം കണ്ണുകൾ ഇറുക്കി അടച്ചു. ആ വിധി മറികടക്കാനുള്ള യോഗവുമുണ്ട്. 100% എന്ന പോലെ വളരെ നേർത്തൊരു പിടിവള്ളി. ജ്യോതിഷം ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയാ. മാറിയും മറിഞ്ഞും ദശകൾ വ്യതിചലിക്കാം. സൂചനകളും വിശ്വാസങ്ങളും പഠനവുമാണത്. ദൈവത്തേക്കാൾ വലുതല്ല ഒന്നും. ആ അവസാന തീരുമാനം എന്താവുമെന്നത് ജ്യോതിഷിയുടെ അറിവുകൾക്കും അപ്പുറം. പ്രാർത്ഥിക്കാന്നല്ലാതെ തുച്ഛമായ മനുഷ്യർക്ക് എന്തിനാവും? വിധിക്ക് മുമ്പിൽ നിസ്സഹായരാണവർ. 6-ാം വിരൽ അവന്റെ ആയുസിന്റെ നീളം തീരുമാനിക്കുമെന്ന് വെളിപ്പെടുത്താൻ എനിക്കാവില്ലല്ലോ വാസു. തറവാടിനി അടുത്ത തലമുറയില്ലാതെ വേരറ്റു പോകുമെന്ന ഉൾക്കാഴ്ച എന്തിന് ദൈവം എൻ്റെ ചിന്തകളെ നിക്ഷേപിച്ചു അറിയില്ല. ആ ദശാസന്ധ്യാവും മറികടന്നാ പിന്നെ എൻ്റെ പ്രണവിനൊരു പുൽക്കൂടി കൊണ്ടുപോലും ദോഷമുണ്ടാവില്ല. പക്ഷേ മറികടക്കണം. ദീർഘശ്വാസം എടുത്തുകൊണ്ട് അദ്ദേഹം തലയിണിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു. ഇരുമ്പുകയാണ് ഒരു സമുദ്രമുള്ളിൽ. പറ, നാളെ എനിക്ക് സംസാരിക്കണം, പറ്റൂല്ലയോ? ഏതായാലും ചാനൽ ഷൂട്ടൊക്കെ അല്ലേ, എല്ലാ ഡിപ്പാർട്ട്മെന്റുകാരും ഒന്നിച്ചല്ലേ. ആരൊക്കെയുണ്ടായാലും ധൈര്യമായിട്ട് എന്നോട് സംസാരിക്കാൻ പറ്റുമോ നിനക്ക്? പ്രണവ് കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യട്ടെ, അതൊക്കെ ഇനി നമ്മൾ മാനേജ് ചെയ്യണ്ട. നമ്മൾ തമ്മിൽ പ്രണയം മാത്രമല്ലല്ലോ, സൗഹൃദം കൂടിയില്ലേ. എനിക്കെൻ്റെ ഫ്രണ്ട് വജ്രയോട് നാളെ സംസാരിക്കണം. ആരെയും പേടിക്കാതെ എല്ലാവരും കാണുക തന്നെ സംസാരിക്കണം. എന്താ, പറ്റുമോ? എബിയുടെ വാശിയോടുള്ള ചോദ്യം കേട്ട് എനിക്ക് ചിരിയോ അല്പം ടെൻഷൻ തോന്നി. പക്ഷേ പ്രണവിന് പതിയെ പതിയെ സൂചന കൊടുത്തു തുടങ്ങുന്നതാണ് നല്ലത്. പെട്ടെന്ന് ചെന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിച്ച് ബാക്കി ആലോചിക്കാൻ പോലും അവൻ ശ്രമിക്കാറുള്ളൂ. അതുകൊണ്ട് വളരെ സാവധാനം പറഞ്ഞു തുടങ്ങാം. എന്റെ പൊന്നെബി. എന്തോ? ഓ, എന്താ ഒരു സുഖത കേൾക്കാൻ. നോക്ക്, രോമ എഴുന്നേറ്റ്. അല്ലെങ്കിൽ അവിടെ ഒരു വിളിയുണ്ട്, എബിൻ എബിൻ. എനിക്കത് കേൾക്കുമ്പോൾ തന്നെ തലവിരിക്കും. ഇതിപ്പോ സോ സ്വീറ്റ്. ഒന്നുകൂടി വിളിച്ചേ, ചേട്ടൻ കേൾക്കട്ടെടി. രാത്രി വീഡിയോ കോളിലായിരുന്നു ഇരുവരും. അവന്റെ വിളിയായിട്ട് ചിരി കടിച്ചു പിടിച്ചവനെന്ന് കൂർപ്പിച്ച് നോക്കി. ആ കണ്ണിലപ്പോൾ കുസൃതി മാറി പ്രണയഭാവമാണ്. 2 കൈ കൊണ്ട് മുഖം താങ്ങി നിർത്തി അവളുടെ കണ്ണുകളെ തന്റെ കണ്ണുകളുമായി കൊരുത്തു നിർത്തി. എന്തുകൊണ്ടോ മിഴികൾ അലസമായി അവനിൽ നിന്നും മാറ്റി. ആ ഭാവത്തെ നേരിടാനാവുന്നില്ല. ലജ്ജ വന്ന് മൂടുകയാണ്. എബി, ഞാൻ വെച്ചിട്ട് പോവേ. കണ്ണുകൾ താഴ്ത്തി പതിയെ പറഞ്ഞതും അവന്റെ പൊട്ടിച്ചിരി ഉയർന്നു കേട്ടു. അതെ, നല്ല രസമുണ്ട് കേട്ടടി നിന്നെ നാണം കാണാൻ. കണ്ണിൽ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ കൊതിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പോവാന്നോ? ശരിയാക്കും ഞാൻ. എനിക്ക് ഉറക്കം വരുമ്പോൾ മാത്രമേ ഞാൻ കട്ട് ചെയ്യൂ. ഇത്ര നാളത്തെ പ്രതികാരമാണെന്ന് കൂട്ടിക്കോ നീ. ഞാൻ ചിരിയോടെ ആ മുഖത്തെ വാശി കണ്ടു. മിണ്ടാതെ എന്നെയും നോക്കി ചെറു ചിരിയോടെ അവന് ഇരുന്നു. കമിഴ്ന്ന് കിടന്ന് കയ്യിൽ താടി കുത്തി കണ്ണു നിറച്ച് എന്നെ കാണുന്ന അവനോട് അന്നത്തെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു. പ്രണവിന്റെ മുത്തശ്ശന്റെ കാര്യമെത്തിയപ്പോൾ നെറ്റി ചുളിയെന്ന് കണ്ടു. വീണെന്ന് പറഞ്ഞു കേട്ടപ്പോൾ ആ മുഖത്ത് അവന്റെ പേര് കേട്ടപ്പോഴുള്ള കാലുഷ്യമില്ല, പകരം സാതാപം നിറയുന്ന കണ്ടു. അവനും അറിയാവുന്നതാണ് പ്രണവിന്റെ ലൈഫിൽ മുത്തശ്ശനുള്ള സ്വാധീനം. എത്ര വൈരാഗ്യമുണ്ടായാലും ദേഷ്യമുണ്ടായാലും ഒരാളുടെ ജീവൻ ആപത്തോ അല്ലെങ്കിൽ ദുരവസ്ഥയോ എബിയെ അസ്വസ്ഥനാക്കും. അതുവരെ തോന്നിയ വെറുപ്പെല്ലാം മാറ്റിവെക്കും. ആ എബിയെ അത്രമാത്രം സ്നേഹിച്ചു പോവാതിരിക്കോ താൻ, നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുമോ താൻ? ഇല്ല. വജ്രയുടെ ഹൃദയത്തിന്റെ അധിപനാണവൻ, എന്റെ രാജകുമാരൻ. എബി, ഓയ് എബി. തന്റെ സംസാരം കേട്ടിരുന്ന് ഉറങ്ങിപ്പോയിരിക്കുന്നു. കണിമ ചിമ്മാതെ ഞാൻ ആ മുഖത്തേക്ക് അല്പം നോക്കിയിരുന്നു. തിങ്ങി നിറഞ്ഞ ആ കൺപീലികൾക്കിടയിലൂടെ വില്ലോടിച്ചു. എന്തു ഭംഗിയാണ് ഉറങ്ങുമ്പോഴുള്ള കുഞ്ഞുകുട്ടിയുടെ പോലെ നിഷ്കളങ്കമായ ആ മുഖഭാവം കാണാൻ. ചെറുചിരി വന്നുപോയി എനിക്ക്. യാന്ത്രികമായി ഫോൺ കയ്യിലെടുത്തു.
ആ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. മനസ്സിൽ നാളിതുവരെ അടക്കി വെച്ചിരുന്ന സ്നേഹം ഒരു നിമിഷം കെട്ടിപിടിച്ച് ശക്തമായി പുറത്തേക്ക് ഒഴുകി. ജാളിതയുണ്ടെങ്കിൽ പോലും അവനോടുള്ള തന്റെ ഇഷ്ടം നെഞ്ചിൽ അങ്ങനെ തിങ്ങി നിറയുന്നതായി തോന്നിയ നേരം ഫോൺ സ്ക്രീൻ മുഖത്തേക്ക് അടുപ്പിച്ചു. ആ നെറ്റിയിലേക്ക് ചുണ്ടു ചേർത്ത നിമിഷം ആ സെക്കൻഡിൽ അവൻ കണ്ണു തുറന്ന് ചിരിച്ചു. പിടഞ്ഞുപോയി താൻ ആ കണ്ണിലേക്ക് നോക്കാനാവാതെ മുഖം താഴ്ത്തി. നെഞ്ചു കിടന്ന് പിടക്കുന്നുണ്ട്. എനിക്കതിനെ ശാന്തമാക്കാനാവുന്നില്ല. ഓയ് കളിപൂച്ച്, മുഖത്തേക്ക് നോക്കടി. ചിരി ചുണ്ടിൽ കടിച്ചു പിടിച്ച് ഞാൻ മുഖമുയർത്താതെ തന്നെ ഇരുന്നു. അവന്റെ എക്സൈറ്റ്മെന്റ് ആ ദീർഘ നിശ്വാസത്തിലൂടെ ഞാൻ അറിഞ്ഞു. നാണവും പരവേശവും എന്നെ ഒന്നാകെ തളർത്തിയിരുന്നു. എന്നാ ഇത് നേരിട്ടിരുന്നേ? ആർദ്രമായ ചോദ്യം കേട്ട് മിഴികൾ ഉയർത്തി നോക്കിയൊരു നിമിഷം ആ ചിരി കണ്ട് അതേ വേഗതയിൽ മുഖം താഴ്ത്തി. വജ്ര, മുഖത്തേക്ക് നോക്ക്. ഞാൻ വെക്കുവായി. അത്രയും പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് ഫോൺ ബെഡിലേക്കിട്ട് തലയിണയെടുത്ത് മുഖത്തേക്ക് അമർത്തി പിടിച്ച് ഞാൻ ചിരിച്ചു. അവിടെ ബി ഫോൺ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഉള്ളു തുടികൊട്ടുന്നുണ്ട്. അടക്കാനാവാത്ത സന്തോഷം കൊണ്ട് മുറുകുന്നുണ്ട് നെഞ്ച്. നാളെ നേരിട്ട് കാണുമ്പോൾ ആ മുഖത്തെ ഭാവം, നാണം, ചിരി എല്ലാം ഓർത്ത് ഉള്ളാകെ ഒരു തരിപ്പ് പടർന്നു. വജ്ര, പ്രണയത്തോടെ പലകുറി ആർദ്രമായി പുലമ്പിക്കൊണ്ടവൻ ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ അവൾക്കൊപ്പമുള്ള ഫോട്ടോ നെഞ്ചിൽ ചേർത്ത് വെച്ച് കിടക്കുകയായിരുന്നു പ്രണവ് അവന്റെ റൂമിൽ. ചെന്നിയിലൂടെ കണ്ണീരൊഴുകി വീഴുമ്പോൾ ചുണ്ടിൽ നേർത്ത ചിരിയുണ്ടായിരുന്നു. നീ എനിക്കെല്ലാം എല്ലാമാണെന്ന അർത്ഥത്തിൽ, നിന്നെ എനിക്ക് നീ നൽകുമെന്ന കാത്തിരിപ്പിലാണെന്ന അർത്ഥത്തിൽ കണ്ണുകൾ താനെ അടഞ്ഞുപോയി. എതിരെ വരുന്ന എബിയെ കൺകോണിൽ കണ്ടിരുന്നവൾ. ചാനൽ ഷൂട്ടുള്ളതുകൊണ്ട് തിരക്കാണെന്ന് ക്യാമ്പസ് മുഴുവൻ. എന്തോ ആവശ്യത്തിന് ഡിപ്പാർട്ട്മെന്റായിട്ട് വിളിച്ചിട്ട് പോയിരിക്കുകയാണ് പ്രണവ്. ബഷീറും ക്ലാസ്സിലെ മറ്റു രണ്ടുപേരുമായി ഗ്രൗണ്ട് ഫ്ലോറിലെ വരാന്തയിൽ നിന്ന് അവന്റെ റെക്കോർഡിൽ പറ്റിയ ചില മിസ്റ്റേക്കുകളോട് ഡിസ്കസ് ചെയ്യായിരുന്നു. അത്ര നേരം വ്യഗ്രതയോടെ തിരകിയായിരുന്നു അവളുടെ കണ്ണുകൾ അവനെ. ആ കുസൃതി നോട്ടം കണ്ട് ചിരിയൊതുക്കി പിടിച്ച് ബുക്കിലേക്ക് തന്നെ തലതാഴ്ത്തി നിന്നു. കോടയുള്ള ജിത്തുവിനെ വലതുഭാഗത്തു നിന്നും ഇടതുഭാഗത്തേക്ക് വലിച്ചു മാറ്റി അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി എബിൻ മുന്നോട്ട് നോക്കി. വജ്രയ്ക്ക് ചെറിയൊരു പരിഭ്രമം തോന്നി. അല്പം കണ്ണുകളുയർത്തി നോക്കിയ നിമിഷം കണ്ണിച്ചിമ്മി കാണിക്കുന്ന കണ്ട്. അരികിലെത്തിയ നേരം ആരും കാണാതെ വജ്രയുടെ ഇടത് കൈയിലും തഴുകി കടന്നുപോയ നേരം അവളുടെ നെഞ്ചിരിപ്പ് കുതിച്ചുയർന്നിരുന്നു. ബഷീറിന്റെയും മറ്റു ഫ്രണ്ട്സിന്റെയും ശ്രദ്ധ ബുക്കിൽ തന്നെയാണ്. കുഞ്ഞു ചിരിയോട് അവളൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ സൈറ്റ് അടിച്ച് കാണിച്ചവൻ ചിരിച്ചു. ആ നിമിഷം അവനെ തന്നെ നോക്കി നിന്നുപോയി. തിരിഞ്ഞു നോക്കി പോകുന്നതിന്റെ മുഖത്ത് ദേഷ്യഭാവം നിറയുന്നു, വെട്ടിത്തിരിയുന്ന കണ്ട് നേരെ നോക്കിയതും ഓടി വരുന്ന പ്രണവിനെയാണ് കാണുന്നത്. എബിയുടെ കുശുമ്പോർത്തി ചിരിച്ചുപോയവൾ. എങ്ങനെയാണ് ദൈവമേ ഇതുങ്ങളെ രണ്ടിനെയും ഞാനൊന്ന് മെരിക്കുന്നത് ചിന്തിച്ചുകൊണ്ട് നെടിവീർപ്പിട്ടു പോയി അവൾ. ഉയർന്നു കേൾക്കുന്ന പാട്ടിനനുസരിച്ച് രണ്ട് ടീമുകൾ ഉത്സാഹത്തോടെ ഗെയിം കൊണ്ടുപോകുന്നുണ്ട്. നിറമുള്ള വലയങ്ങൾ നിശ്ചിത അകലത്തിൽ വെച്ചിരിക്കുന്ന കുപ്പികളിലേക്കിടുന്ന മത്സരമാണ് നടക്കുന്നത്. കൂട്ടച്ചിരികളും ക്ലാപ്പുകളും ഒക്കെ കൊണ്ട് ശബ്ദം ഉയരുന്നതാണ് അന്തരീക്ഷം. ചാനലിൽ മുഖം കാണാൻ പോകുന്ന ത്രില്ലിൽ ചിലർ, മത്സരത്തിൽ തങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് മുന്നിട്ട് നിൽക്കുന്ന കണ്ട് വിസിലടിക്കുന്ന മറ്റൊരു കൂട്ടർ. അങ്ങനെ ആകെ മൊത്ത ഉത്സവപ്രതിയിൽ ക്യാമ്പസ് നിൽക്കുമ്പോൾ കൂട്ടുകാരികൾക്കൊപ്പം നിൽക്കുന്ന വജ്രയുടെ കണ്ണുകളും ഓപ്പോസിറ്റ് കൂട്ടു നിൽക്കുന്ന എബിന്റെ കണ്ണുകളും പരസ്പരം കൊരുത്തു നിന്നിരുന്നു. പ്രണവും ബഷീറും മറ്റു ചില ബോയ്സും ഗെയിമിൽ പങ്കെടുക്കുന്ന അവരുടെ ഡിപ്പാർട്ട്മെന്റ് ടീമിന് പുറകിൽ നിൽക്കുകയാണ് സഹായികളായി. എബിന്റെ മുഖത്തേക്ക് ശക്തമായി എന്തോ വന്ന് വീണതും ഞെട്ടി അവൻ വജ്രയിൽ നിന്ന് കണ്ണെടുത്ത് താഴെ വീണ സാധനം നോക്കി. പേപ്പർ ചുരുട്ടിക്കൂട്ടി ചെറിയ ബോളാക്കി എറിഞ്ഞതാണ്. അപ്പുറത്ത് അർത്ഥം വെച്ചിരിച്ച് തലയാട്ടുന്ന ജിത്തുവിനെ കണ്ടു. കണ്ണുകൂർപ്പിച്ചവൻ ചുണ്ടനയ്ക്ക് എന്തോ കാര്യമായി വിളിച്ചു കേട്ട് ജിത്തു ചിരിയൊതുക്കി തലതാഴ്ത്തി. എല്ലാം വജ്രയും കാണുന്നുണ്ടായിരുന്നു. ചുണ്ടിൽ വിരൽ മടക്കി വെച്ച് ചിരിയെ തടുത്തുകൊണ്ട് അവൾ താഴേക്ക് നോക്കി. തിക്കും തിരക്കും കൊണ്ട് എബിക്ക് മുന്നിൽ മറതീർത്തുകൊണ്ട് വേറെ കുറച്ച് കുട്ടികൾ മുന്നിൽ കയറി നിന്നുപോയി. ആ സമയം കൊണ്ട് അവൻ എന്തെന്നില്ലാ ദേഷ്യം വന്നു. കുറച്ച് സമയമെടുത്തു എല്ലാറ്റിനെയും ഒന്ന് തള്ളിമാറ്റി മുന്നിൽ കയറി നിൽക്കാൻ. പക്ഷേ മുന്നിൽ അവളുണ്ടായിരുന്നില്ല. അവന്റെ നെറ്റി ഒളിഞ്ഞു. കലശലായ ദാഹം തോന്നിയാണ് കുറച്ചപ്പുറത്ത് തന്നെയുള്ള കോറിഡോറിലെ കൂളർ വാട്ടർ ടാപ്പിനടുത്തേക്ക് വന്നത്. കൂട്ടുകാരിയെ വിളിച്ചപ്പോൾ അവൾക്ക് ഗെയിം കണ്ടേ പറ്റും. അവളുടെ ബോയ് ഫ്രണ്ടിന്റെ ടീമാണ് ഒന്ന്. അപ്പൊ പിന്നെ അവിടുന്ന് വരുമോ പെണ്ണ്? ചിരിയോടെ കൂളർ ബോക്സിന് മുകളിലെ ഗ്ലാസ് എടുത്ത് ടാപ്പ് ഓൺ ചെയ്യുമ്പോഴാണ് അരികിൽ ആരുടെയോ സാമീപ്യം അറിഞ്ഞ് തലചരിച്ചു നോക്കിയത് നെറ്റി ഒളിഞ്ഞു. വഷളം ചിരിയുമായ ഒരുത്തൻ അരികിലേക്ക് നീങ്ങി വന്ന് അടുത്ത ക്ലാസ് എടുക്കുകയാണ്. സ്റ്റുഡന്റ് അല്ല. പരിപാടിക്ക് വേണ്ടിയുള്ള കസേരകളും മറ്റും പുറത്തുനിന്ന് വാടക എടുത്തിട്ടുണ്ട്. ആ ടീമിൽപ്പെട്ടതാവണം. കുറച്ചു മുമ്പാണ് വലിയ ലോറിയിൽ സാധനങ്ങളെല്ലാം ലോഡ് ഇറക്കിയത്. പരിപാടി കാണാൻ അനുവാദം കൊടുത്തിരുന്നു പ്രിൻസി അവർക്ക്. അയാളുടെ വഷളം നോട്ടം കണ്ട് വെറുപ്പോടെ മുഖം തിരിച്ച് ഞാൻ പിറകിലേക്ക് മാറിയപ്പോഴേക്കും കയ്യിലിരുന്ന ഗ്ലാസ് താഴേക്കിട്ടിരുന്നു അയാൾ. വേണമെന്ന് വെച്ചാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. കാൽ ചൂട്ടിൽ നിന്ന് അയാൾ കുനിഞ്ഞെടുക്കാൻ നേരം ദേഷ്യം കൊണ്ട് എനിക്ക് കണ്ണു കാണാതെയായിരുന്നു. പുറകിലേക്ക് മാറി പിന്തിരിഞ്ഞു പോകാനഞ്ഞതും യൂണിഫോമിന്റെ ഷാളിൻ തുമ്പിൽ അയാളുടെ വിരൽ കൊരുത്തു. ഞെട്ടിത്തരിച്ച് കലിയോടെ ഞാൻ തിരിയും മുമ്പേ അയാൾ തെറിച്ചു വീണിരുന്നു. ആ വീണ വീഴ്ചയിൽ തന്നെ അവന്റെ നെഞ്ചിൽ അതിശക്തമായി മറ്റൊരു കാൽ പതിഞ്ഞു. കണ്ണു മീഴിഞ്ഞു പോയിരുന്നു എന്റെ. അവന്റെ നെഞ്ചിൽ കാൽ ചവിട്ടി നിൽക്കുന്ന പ്രണവാണ്. ആ കണ്ണിൽ നിന്നും തീ പാറുന്നുണ്ടോ എന്ന് പോലും തോന്നിപ്പോയി എനിക്ക്. കൈമുഷ്ടിയുട്ടി വിറക്കുന്നുണ്ട് അവൻ.
പുറകിൽ നിന്നും ചവിട്ടി വീഴ്ത്തി ആരാണെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വിറയലോടെ ഞാൻ തിരിഞ്ഞു നോക്കി. പ്രതീക്ഷ പോലെ തന്നെ ഉറഞ്ഞുള്ളി നിൽക്കുകയാണ് അവൻ. വീണെടുക്കുന്നവൻ ഇനി തല്ലിക്കൊന്നാൽ എബിയുടെ ദേഷ്യമടങ്ങുകയും നന്നായിട്ട് അറിയാം. ഇനി നടക്കാൻ പോകുന്ന എന്തെന്നോർത്ത് എബിക്കും പ്രണവിനിടയിൽ തളർന്നു നിൽക്കുന്ന നേരം എനിക്കരികിലൂടെ മുന്നിലേക്ക് നടന്ന് എബി പ്രണവിനരികിൽ എത്തിയിരുന്നു. രണ്ടാളുടെയും നോട്ടം വീണെടുക്കുന്നവരിലായിരുന്നു അതിരൂക്ഷമായ ഭാവം. ആ നോട്ടിൽ തന്നെ അയാൾ ചത്തുപോയ പോലെ ഭയന്ന് വിറച്ച് കുഴഞ്ഞു തുടങ്ങിയിരുന്നു. ഒരു കൈ പിടിച്ചു വലിച്ച് എബിയും മറു കൈ പിടിച്ചു വലിച്ച് പ്രണവ് എടുത്തുപൊക്കി അവർക്ക് അഭിമുഖമായി നിർത്തി. എന്റെ തൊണ്ട വറ്റി വരണ്ടു പോയി. നെഞ്ചാതിശക്തമായി മിടിച്ചു തുടങ്ങി. പക്ഷെ അടുത്ത നിമിഷം കണ്ട കാഴ്ചയിൽ സാഹചര്യം പോലും മറന്ന് എന്റെ ചുണ്ടിൽ ചിരിയെളിഞ്ഞു. എബിയുടെ കൈയും പ്രണവിന്റെ കൈയും തമ്മിൽ കൊരുത്തുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് ആഞ്ഞു പതിച്ചു. അയാളുടെ മൂക്കിൽ നിന്ന് ചോര തെറിച്ച് ഭിത്തിയിലേക്ക് പടർന്നു. ആ നിമിഷം പരിസരബോധം വീണ്ടെടുത്തിരുന്നു ഞാൻ. കളി കൊണ്ട് വിറച്ചു നിൽക്കുകയാണ് പ്രണവും എബിയും. പുറകിലേക്ക് വേച്ച് വീണ അയാളെ ഒരു കൈ കൊണ്ട് എബിയും മറു കൈ കൊണ്ട് പ്രണവും പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിച്ചു. കിതക്കുന്നുണ്ട് അയാൾ. ശ്വാസം ക്രമീകരിക്കാൻ ശ്രമിക്കുകയാണ് അയാൾ. അവന്റെ കണ്ണിലേക്ക് രൂക്ഷമായി നോയിക്കൊണ്ട് രണ്ട് ചെവിയിലേക്ക് ഇരുവശം ആഞ്ഞടിച്ചു. അമ്മേ എന്നുറക്കെ വിളിച്ചുകൊണ്ട് അയാൾ സേലിൽ വെച്ചിരുന്ന മൈക്ക് സ്റ്റാൻഡുകളിലേക്ക് തിരിഞ്ഞു വീണു. അപ്പുറത്ത് പരിപാടി അവസാനിപ്പിക്കാനുള്ള ആർപ്പും ബഹളങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിനിടയിൽ അയാൾ എത്ര നിലവിളിച്ചാലും പുറത്തേക്ക് കേൾക്കില്ലെന്ന് എബിക്കും പ്രണവിനും നന്നായിട്ട് അറിയാം. അത് തന്നെയാണ് എന്റെ പേടിയും. താഴത്ത് വീണെടുക്കുന്നവനെ പിടിച്ചുയർത്തി വീണവൻ ഒരിക്കൽ കൂടി ഇരുവരും പിടിച്ചു പൊക്കി. പക്ഷെ ആ നിമിഷം തന്നെ അയാൾ എബിയെയും പ്രണവിനെയും പിടിച്ച് തള്ളിയിരുന്നു. പുറകിലേക്ക് വേച്ചുപോയ എബി വീഴാതെ ബാലൻസ് ചെയ്യുന്ന കാൽമടക്കാളുടെ നെഞ്ചത്തേക്ക് ഒരിക്കൽ കൂടി ചവിട്ടിയതും ഭിത്തിയിലേക്ക് തലയിടിച്ചു പോയാൽ നേരത്ത് കഴുത്തിലേക്ക് ഏന്തി പിടിച്ച് മുഖമടച്ചെന്ന് കൊടുത്തു പ്രണവ്. നിലത്തേക്ക് തന്നെ ശക്തിയിൽ തെറിച്ച് വീണ അയാളുടെ വായിൽ നിന്ന് ചോര തെറിച്ചുകൊണ്ട് വിറച്ചുപോയി ഞാൻ. ഭയം കൊണ്ട് എന്റെ തൊണ്ടയടഞ്ഞു പോയിരുന്നു. ആരോ വിലക്കുവാനോ എന്തെങ്കിലും ഒന്നും മിണ്ടാനോ കഴിയാത്ത പോലെ എന്റെ നാവ് കുഴഞ്ഞ പോലെ. നെറ്റിയിൽ നിന്നിട്ട് വീഴുന്ന ചോര തുടച്ചു മാറ്റി വായിൽ നിന്നൊഴുകുന്ന ചോര നീട്ടിത്തുപ്പി എങ്ങനെയൊക്കെ എഴുന്നേറ്റുന്നയാളുടെ കണ്ണിൽ അതുവരെ ഉണ്ടായിരുന്ന ഭാവം മാറുന്നു. നിമിഷ നേരം കൊണ്ട് മുഖം വലിഞ്ഞു മുറുകുന്നത് ഞാൻ കണ്ടു. എന്റെ നെഞ്ചിരിപ്പ് നിയന്ത്രിക്കാൻ കഴിയാത്തവണ്ണം കുതിച്ചു പൊങ്ങി. അയാളിൽ നിന്നൊരു വാക്കുയർന്നാൽ എബിയും പ്രണവും സംഹാര താണ്ഡവമാടും. പിന്നെ ഒരു കുരുക്ഷേത്ര യുദ്ധം തന്നെ നടക്കും. ഇരു കൈ കൊണ്ട് തല താങ്ങി പിടിച്ച് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വിറച്ച് നിന്നുപോയി. ഞാൻ വെള്ളം കുടിക്കാൻ വന്ന ഞാനൊന്നും ചെയ്തില്ല. ഇവിടെ ഇതെവിടെ നിർത്തിക്കോ. ഇല്ല അത് പറഞ്ഞ് പൂർത്തിയാക്കുമ്പോൾ എബിയുടെ കൈ അവന്റെ കരണത്ത് ആഞ്ഞു പതിച്ചു. കണ്ണിൽ നിന്നും പൊന്നീച്ച പാറിയുന്ന പോലെ വേദനയുടെ അയാൾ മുഖം പൊത്തിപ്പിടിക്കുമ്പോൾ മൂക്കിൽ നിന്നും താഴോട്ട് രക്തമൊഴുകി വരുന്നുണ്ട്. എനിക്ക് തലവിരി തുടങ്ങി. അയാൾ അത് കൈപത്തിക്കൊണ്ട് തുടക്കും മുമ്പേ മറുകരണത്തിൽ പ്രണവിന്റെ കൈ പതിഞ്ഞിരുന്നു. വേണ്ട, നിർത്ത് പ്ലീസ്. തളർച്ചയോടെ അയാൾ ഭിത്തിയിലേക്ക് ചാഞ്ഞു വീണ നേരത്ത് ഇരു ചെവിയും പൊത്തിപ്പിടിച്ച് ഞാൻ ഉറക്കി നിലവിളിച്ച നേരത്ത് എബിയും പ്രണവും പിന്തിരിഞ്ഞു നോക്കി. ഇരുവരും ദീർഘനിശ്വാസം എടുക്കുന്ന കണ്ടു. ശേഷം പരസ്പരം ചെറഞ്ഞു നോക്കി. അതുവരെ ഒന്നിച്ചിരുന്ന നിമിഷത്തിൽ നിന്ന് അതിവേഗം പുറത്തു കടന്നു വന്ന രണ്ടാളും തമ്മിലെപ്പോഴും കൈമാറുന്ന രൂക്ഷമായ പുച്ഛങ്ങളെന്ന നോട്ടത്തോടെ കണ്ണുകളെ കുരുത്തു. ആരുടെ ശ്രദ്ധ മാറിയ നിമിഷം ഭിത്തിയിൽ ചാരി നിന്നിരുന്നവൻ പ്രണവിന്റെ തോളിലേക്ക് ആഞ്ഞു ചവിട്ടിയതും ബാലൻസ് കിട്ടാതെ നിലത്തേക്ക് നെഞ്ചരിച്ച് വീണു. ഞാൻ ഞെട്ടി. പ്രണവിനെ വിളിക്കാൻ തുടങ്ങും മുമ്പേ എബി ആ പണിക്കാരന്റെ തുടയിലേക്ക് ആഞ്ഞു ചവിട്ടി ഒരു കൈ കൊണ്ട് പ്രണവിനെ നിലത്തുനിന്ന് വലിച്ച് എഴുന്നേൽപ്പിച്ചിരുന്നു. തുടയിലേറ്റ ചവിട്ടിൽ മുട്ടുമടങ്ങി വീണെങ്കിലും സമനില തെറ്റിയവനെ പോലെ പാഞ്ഞെടുത്ത അയാളുടെ നെഞ്ചിൻ കൂട് നോക്കി എബി ചവിട്ടിയത് കണ്ണടച്ചു തുറക്കുന്ന സമയത്തേക്കാൾ വേഗതയിലാണ്. പിന്നിലേക്ക് തള്ളിപ്പോയ അയാൾ നിലത്തേക്ക് വീഴും മുമ്പേ എബിന്റെ തോളിൽ കൈപ്പത്തി അമർത്തി പിടിച്ചൊന്ന് ഉയർന്നു പൊങ്ങി അയാളുടെ തല നോക്കി കാൽപാദം കൊണ്ടടിച്ച് നേരത്തെ തനിക്ക് കിട്ടിയതിന്റെ കടം പ്രണവും വീട്ടി. വേണ്ട, മതി, നിർത്ത് എബി. പ്രണവ് പ്ലീസ്, അയാൾക്ക് ആവശ്യത്തിന് ശിക്ഷ കൊടുത്തില്ലേ? ഇനി മതി, ചത്തുപോവുകയാള്. പ്ലീസ്, പ്രിൻസിപ്പാള് മറ്റേ കണ്ട, പ്ലീസ്. തൂണിലേക്ക് പുറമടിച്ച് വീണ അയാൾ രണ്ട് കൈ കൊണ്ട് തല താങ്ങി പിടിച്ച് അലറിയതും ഭയം കൊണ്ട് ഞാൻ അലറിപ്പോയി. ആ ഒരൊറ്റ സെക്കൻഡിൽ ഇരുവരും കിതപ്പോടെ മുന്നിലേക്ക് വെച്ച കാൽ പിൻവലിച്ച് അവിടെ തന്നെ നിന്നു. പക്ഷേ അടുത്ത നിമിഷം പ്രണവ് അതിരൂക്ഷമായി എന്നെ നോക്കി. അത് കണ്ട് എബിയാവട്ടെ അതിനേക്കാളേറെ കലിയോടെ അവനെ ചെറഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. നോട്ടം കൊണ്ട് എന്നെ ശാസിക്കുന്ന പ്രണവിനെ മുഖമടച്ച് തല്ലാനുള്ള ദേഷ്യമാണ് അവന്റെ കണ്ണിലിപ്പോൾ. എബി എന്ന് ഞാൻ വിളിച്ചതാണ് പ്രണവിന്റെ ആ നോട്ടത്തിന് കാരണമെന്ന് ഞാൻ മനസ്സിലാക്കിയ പോലെ എബി ഊഹിച്ചെടുത്തിരിക്കുമെന്ന് എനിക്കറിയാം. പ്രണവിന്റെ നോട്ടം കണ്ട് ഞാനൊന്ന് വിളറിപ്പോയെന്നുള്ളത് സത്യമാണ്. പക്ഷെ അടുത്ത് നിന്ന് എബി എന്റെ ആ ഭാവം കണ്ട് പല്ലിയനിച്ചമർത്തിയപ്പോൾ ദയനീയമായി ഞാൻ ഇരുവരെയും നോക്കി മതിയാക്കുന്ന അപേക്ഷിക്കും പോലെ തലയാട്ടി. എന്നിലേക്ക് നോക്കി നിൽക്കുന്ന എബിയും പ്രണവും നിമിഷ നേരം കൊണ്ട് ഇരു സൈഡിലേക്ക് അതിവേഗത്തിൽ മാറിയപ്പോഴാണ് പുറകിൽ നിന്ന് അയാൾ ആക്രമിക്കാൻ തുടങ്ങിയായിരുന്നു എന്ന് മനസ്സിലായത്. കൈമുഷ്ടി ഉരുട്ടി എബിയാളെ നെറ്റിയിലേക്ക് ആഞ്ഞടിച്ചതും വേണ്ട, മതിയാക്കി എബി എന്ന് അലറി വിളിച്ചു പോയി ഞാൻ ഒരിക്കൽ കൂടി. ആടി ഇത്ര കൊണ്ടിട്ടും ശൗര്യത്തോടെ പൊരുത്താൻ ശ്രമിക്കുന്ന അയാളുടെ കണ്ണുകളിലെ ഭാവം എന്നിലുണ്ടാക്കിയ ഭയത്തിന്റെ ആഴം ചെറുതായിരുന്നില്ല. നിമിഷങ്ങൾക്കുള്ളിൽ ഈ രംഗത്തിന് കർട്ടനിട്ടില്ലെങ്കിൽ എല്ലാവരും ഈ കാഴ്ച കാണും. പ്രിൻസിപ്പൾ യാതൊരു ദയ ഇരുവരോടും കാണിക്കില്ല, സസ്പെൻഡ് ചെയ്യും, ഉറപ്പാണത്. എനിക്ക് കയ്യും കാലം തളരുന്ന പോലെ തോന്നി. വിലക്കിയിട്ടും ശാസിച്ചിട്ടും വീണ്ടും ഒരിക്കൽ കൂടി എബി എന്നതിനെ വിളിച്ച് എന്നെ പ്രണവിന്റെ കണ്ണുകൾ ദഹിപ്പിക്കുകയാണെന്ന് തോന്നി.
എബിയുടെ മുഖത്തൊരു ചെറിയ മിന്നി മാഞ്ഞത് ഞാൻ കണ്ടിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും എന്റെ വിളിയായിട്ട് പ്രതിഷേധിച്ച് ദേഷ്യത്തോടെ നിൽക്കുന്ന പ്രണവിനും അവന്റെ ആ കണ്ണ് കുത്തിപ്പൊട്ടിക്കാൻ കലിപൂൺ നിൽക്കുന്ന എബിക്കുമിടയിൽ നിസ്സഹായതയോടെ ഞാൻ നിൽക്കുന്ന സമയത്ത് നിരങ്ങി നീങ്ങി തെറിച്ച് വീണുപോയ അവന്റെ മൊബൈൽ ഫോൺ കയ്യെത്തി പിടിച്ചിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.